ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒന്ന് രാവിലെ തന്നെ നമ്മൾ പോകുന്നത് എടുക്കാണ്. കുറുമ്പാലക്കോട്ട ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. നല്ല തണുപ്പാണ്, നല്ല ചെറിയ കോടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ 5:30 മണിക്ക് പോവാം. ചെറിയ കട്ടന് എന്തോ കടി എന്താ അറിയില്ല. വയറ് ടെമ്പറാക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വഴിയിലൊക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചുണർത്തിയിട്ട് കൊണ്ടുപോകണം നമുക്ക്. അപ്പോൾ നമുക്ക് പോവാം. ഷോമോനെ, എവിടേക്കാ പോകുന്നത് നമ്മൾ? മലയൊക്കെ എന്ത് മലയാണ്? മലേൻ്റെ പേര് പറഞ്ഞു. കുറുമ്പാലക്കോട്ട. കുറുമ്പാലക്കോട്ട. അപ്പോൾ നമ്മൾ കുറുമ്പാലക്കോട്ടയിലേക്കുള്ള ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ കയറി തുടങ്ങി. വൈഫും കുട്ടികളൊക്കെ കൂടെ പോരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നടന്നിട്ട് കയറാം. ജീപ്പ് സർവീസും ഉണ്ട് കേട്ടോ ഇവിടെ. ജീപ്പ് സർവീസ് റേറ്റും എത്ര? ജീപ്പിന് എത്ര റേറ്റ് ചോദിച്ചു നോക്കിയോ? അറിയില്ല എത്ര റേറ്റ് ഉണ്ടാവും ജീപ്പിന്? 100 പെർ ഹെഡ് ഒരാൾക്കല്ലേ? ഓക്കെ. അപ്പോൾ 100 രൂപയാണ് ഒരാൾക്ക് ജീപ്പിനുള്ള ചാർജ്. ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. അവ്വ, നമ്മളെങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ഇറങ്ങുന്നില്ല. ഇറങ്ങി നടക്കല്ലേ നമ്മൾ? ഇത് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ വല്ല ജീപ്പും വരുമോ നോക്കാം നമുക്ക്. നല്ല കയറ്റം, 2.5 കിലോമീറ്റർ നടക്കാനുണ്ട് കുറുമ്പാലക്കോട്ടയിലേക്ക്. നല്ല വ്യൂ പോയിൻ്റാണ്. നമുക്ക് സൺറൈസ് കാണാൻ കിട്ടുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. കാലത്തുമ്പോഴേക്കും മിക്കവാറും ആ ഒരു വ്യൂ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമ്മളിങ്ങനെ മന്ദം കയറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടര കിലോമീറ്റർ നടക്കാണ്ട്. നല്ല പീക്കാണ് കേട്ടോ. ഇവളാണെങ്കിൽ ഇറങ്ങാൻ തീരെ സമ്മതിക്കുന്നില്ല. ഒരു അടി പോലും ഇറങ്ങി നടക്കാനുള്ള പരിപാടിയില്ല. ഇങ്ങനെ ഏറ്റി നടക്കുന്നേ വേണ്ടി വരും. ഏതായാലും രസമല്ലേ, എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ. വാ, ഒന്ന് കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ജീപ്പ് കയറി. ഇവളെ തീരെ ഇറങ്ങുന്നില്ല. പിന്നെ അവളെയും ഏറ്റി നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ജീപ്പ് കയറിയിട്ട് ഇങ്ങനെ കൊണ്ട് പോകുന്നു. ഇവിടെ വന്നപ്പോഴുള്ള ഒരു വ്യൂ ആണ്. നിറയെ കോഫി എസ്റ്റേറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ടാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഇതാ നമ്മുടെ ശ്രീജിത്ത് മുല്ലശ്ശേരി വരുന്നുണ്ട്. നമ്മുടെ ബാങ്കറാണ്, നമ്മുടെ മുത്ത് സബ്സ്ക്രൈബറാണ് കേട്ടോ. അത് കയറി പോണേ. അപ്പോൾ നമ്മൾ കുറുമ്പാലക്കോട്ടയുടെ ഏറ്റവും ടോപ്പിലെത്താറായി. നല്ല ഇങ്ങോട്ട് കയറുന്ന വഴിയിലൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എന്താണ് സ്മെല്ല്? പുൽത്തൈല ചെടികളാണ് ഇതൊക്കെ കാണുന്നത്. പുൽത്തൈലാണ്. അതുകൊണ്ട് ഒരു ഫ്രഷ് ഫീൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. നല്ല സ്മെല്ല്. കയറുന്ന ആൾക്കാർക്കൊക്കെ, ജലദോഷമുള്ള ആൾക്കാർക്കൊക്കെ മൂക്കടപ്പ് മറ്റുള്ളതൊക്കെ മാറിക്കോളൂ അല്ലേ? ഓ, നിറയെ പുൽത്തൈലാണ്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ കണ്ടോ, നല്ല സ്മെല്ല്, നല്ല സൂപ്പർ സ്മെല്ല്, നല്ല സൂപ്പർ കാറ്റ്. അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പിലെത്തി. സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട് തോന്നുന്നു. ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആയിപ്പോൾ. നല്ല വ്യൂ പോയിൻ്റാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ സൂര്യാസ്തമയവും അതുപോലെ തന്നെ സൂര്യോദയവുമാണ്. പിന്നെ ഏകദേശം 950 മീറ്റർ ഉയരത്തിലാണ്, സീ ലെവലിന് മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ്. ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ മോർണിംഗിൽ തന്നെ കയറി ജീപ്പിന് പോയിരുന്നുണ്ട്. ജീപ്പിന് പെർ ഹെഡ് 300 രൂപ കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. ഞാൻ 200 പറഞ്ഞിരുന്നത്, 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങോട്ട് നോക്കിയാൽ ആ പാടത്ത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ ഇതാണ് നമ്മുടെ കുറുമ്പാലക്കോട്ടയിലെ ഏറ്റവും മേലുള്ള വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ബാക്കിലോട്ടാണ് നമ്മുടെ ബാണാസുര ഹിൽസ് മറ്റൊക്കെ ഉള്ളത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെമ്പ്ര പീക്കിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. വാവ്, എന്താല്ലേ ഇവിടുത്തെ താഴ്വാരം കണ്ട നിങ്ങൾ. സൂപ്പർ വ്യൂ ആണ്. ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ചയും
എല്ലാം കൊണ്ടും വൈകുന്നേരം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. ഏറ്റവും ബെറ്റർ രാവിലെ തന്നെ കേട്ടോ. നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് ആയതോടുകൂടി ഫോഗൊക്കെ ഒന്ന് പോയി. കുറച്ചുകൂടി നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇതിന് നേരെ താഴൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഫോഗ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പോയി. കുറച്ച് ലൈറ്റായി നമ്മൾ. എനിക്കൊരു 55 വയസ്സ്. താഴെയുള്ള പുഴയെന്ന് അവിടുന്ന് വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് എത്തും. അത് 3 ദിവസം മാത്രമേ. ഇപ്പോൾ നമ്മളിവിടെ കുറുമ്പാലക്കോട്ടയുടെ താഴെ ഉള്ള ഈ പണിയേര് വിഭാഗത്തിലുള്ള ഇവിടുത്തെ കുറച്ച് ആളുകളുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവർക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് വിദ്യാഭ്യാസപരമായിട്ട്. അതുപോലെ തന്നെ മറ്റുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ താഴേന്ന് ഈ പൈപ്പിൽ വെള്ളം അടിച്ച് കയറ്റി ഈ മേലുള്ള ടാങ്കിലേക്ക് വന്നിട്ട് 3 ദിവസം കൂടുമ്പോഴാണ് ഇങ്ങോട്ട് വെള്ളം എത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണിയേര് വിഭാഗമാണ് കേട്ടോ. പണിയേര് കുടുംബം 60 കുടുംബങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസം അത് കുറവാണ്. സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അവർക്ക് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരുപാട് കുറവുകളുണ്ട്. ചെറിയ TV അങ്ങനെയുള്ള മൊബൈൽ അതിൻ്റെയൊക്കെ കുറവുകളുണ്ട് ഇവിടെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പഠിച്ച് ഉന്നതിയിലേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോൾ ഇവിടെ ഉള്ളൊരു കുട്ടിക്ക് +1 +2 കഴിഞ്ഞതിന് ശേഷം വനിതാ പോലീസിൽ ജോലി കിട്ടി. പക്ഷേ പോകുന്നില്ല. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഭയം അത് ഇവരിൽ ഇപ്പോഴുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പേടിയാണ്. മറ്റുള്ള ആളുകൾ വലിയ ആൾക്കാരെ കാണുമ്പോഴുള്ള ഒരു പേടി അതാണ് ഇപ്പോൾ ഉള്ളത്. അവരൊക്കെ മുൻപന്തിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്. നമുക്ക് അവരിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വേണം, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ. ഭയങ്കര മടി. ഇതാ നമ്മൾ ആ ക്യാമറ ഓൺ ആക്കിയപ്പോൾ തന്നെ അവർക്ക് ഇതിൻ്റെ മുന്നിലേക്ക് വരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ട്രാവൽ ഡോട്ട്സിൻ്റെ ഈ ഒരു എപ്പിസോഡോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ. അപ്പോൾ ശരി. നല്ല ഓടല്ലേ പമാൻ, ഓടണ്ട. ഓള് കൈ വിട്ടാള ചെയ്. ഓർമ്മകളുടെ തീരത്ത് പഴയ ഓർമ്മകൾ. ഇതൊക്കെ എത്ര കളിച്ചതാ നമ്മളല്ലേ കുട്ടികളായിരുന്ന സമയത്ത്. ഇതൊന്നും ഇപ്പോഴത്തെ ഒരു തലമുറക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തീരെ പരിചയമില്ലാത്ത സാധനം. ഇവിടെ ജസ്റ്റ് ഒരു പാള കണ്ടപ്പോൾ പാളയിൽ ഇരുത്തി ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി നോക്കും.